ഹായ് എവ്രിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു പിസ്സ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അതിനായിട്ട് നമ്മളൊരു ഇളം ചൂടുള്ള വെള്ളം, അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 2 ടീസ്പൂൺ ഈസ്റ്റും, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇളം ചൂടുള്ള വെള്ളമായിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഹോട്ട് വാട്ടർ ആവരുത്, ജസ്റ്റ് ഒരു വാം വാട്ടർ മതി കേട്ടോ. പിന്നെ അത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മൈദ, ഞാൻ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഞാനൊരു ചീസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിലേക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒലീവ് ഓയിലാണ് ഞാൻ ആഡ് ചെയ്തത്. ഏതെങ്കിലും വെജിറ്റബിൾസ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കോക്കനട്ട് ഓയിൽ അവോയ്ഡ് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഈസ്റ്റിൻ്റെ വെള്ളമില്ലേ, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്നത് പോലെ നല്ല രീതിക്ക് തന്നെ കുഴച്ചെടുക്കുക. ഈ സമയത്ത് നമുക്ക് വെള്ളം ആവശ്യമാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല രീതിക്ക് തന്നെ കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചൊരു ലൂസായിട്ട് നിന്നാൽ ഒന്നും കൂടെ നന്നായിരിക്കും. പിന്നെ നമ്മുടെ അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഏത് പാത്രമാണോ എടുക്കുന്നത് ആ പാത്രം നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുക്കുക ഓയിൽ വെച്ചിട്ട്. പിന്നെ ഇതാ നന്നായിട്ട് സോഫ്റ്റാക്കിയിട്ട് ഞാൻ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ സെയിം ഓയിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് ഗ്രീസ് ചെയ്ത് കണ്ട് വെക്കാം. ഇത് നമ്മുടെ മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു ഓയിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഇതുപോലെ നനഞ്ഞ ഒരു കോട്ടൺ തുണി കൊണ്ട് ഇത് കവർ ചെയ്ത് വെക്കാം കേട്ടോ. റാപ്പർ ഉപയോഗിച്ച് റാപ്പ് ചെയ്യുകയും ചെയ്യുക. ഏതാണ് നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ചെയ്യാം കേട്ടോ. ഇത് ഒന്നും കൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടായിട്ട് നമ്മളിങ്ങനെ കവർ ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുരുമുളക്, ഉപ്പ്, മുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മുടെ ലെമൺ ജ്യൂസില്ലേ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറിൽ നമ്മൾ ഈ ഒരു ചിക്കനെ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ പിസ്സയ്ക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. ചുമ്മാ മുളക് പൊടിയും ഉപ്പും ചേർക്കുന്നതിന് പകരം ഏതെങ്കിലും ഒരു ഫ്ലേവറിൽ നിങ്ങൾ ഈ ഒരു ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു തക്കാളി, പകുതി സവാള, ഒരു 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒഴിച്ചപ്പോൾ ഭയങ്കര ഓവറായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു, അതാണ് ഇങ്ങനെ പൊരിപ്പൊരിയായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു മിക്സ് ഈ ഓയിലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കാര്യങ്ങളെല്ലാം ഇതിൽ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനി അതിന് വേണ്ടിയിട്ട് ഒരു 3/4 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂണ് പഞ്ചസാര, കുറച്ച് വിനാഗിരി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഈ ഒരു മിക്സ് നല്ല രീതിക്ക് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ലാസ്റ്റ് കുറച്ച് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുക. അത് വെജിറ്റബിൾ ഓയിൽ തന്നെ ഫ്രൈ ചെയ്യുക. പിസ്സയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. അതായിരിക്കും പിസ്സയ്ക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കട്ട് ചെയ്തിടുമ്പോൾ ഒരു ടേസ്റ്റ് കുറവായിട്ട് തോന്നി. നെക്സ്റ്റ് വരുന്നത് ക്യാപ്സിക്കാണ്. ക്യാപ്സിക്ക് ഇതുപോലെ ഞാൻ സ്ലൈസാക്കി കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുത്തേക്കാണ്. പിന്നെ ഒരു ഒനിയൻ എടുത്തിട്ടുണ്ട്. ഒനിയൻ ഹാഫ് ഒനിയൻ, അത് ഇതുപോലെ സ്ലൈസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അത് നമ്മുടെ ഇങ്ങനെ വേറെ അതിൻ്റെ ഇതളുകളൊക്കെ വേറെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് കൂട്ടുക, കുറയ്ക്കുക, ഏതൊക്കെ ആഡ് ചെയ്യണം അതൊക്കെ നമുക്ക് പേഴ്സണലായിട്ടുള്ള ചോയ്സാണ് കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് ഞാൻ ഹാഫ് തക്കാളി എടുത്തിട്ടുണ്ട്. അതും സെയിം ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ ഇടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ.
പിന്നെ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ, അത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു മാവ് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓവനിലൊന്നല്ല വെക്കുന്നത്, ഗ്യാസിൽ തന്നെയാണ് വെക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ ഈ ഒരു മാവ് പിസ്സൻ്റെ ഷേപ്പിൽ ഇതുപോലെ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫോർക്ക് വെച്ചിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ, കൂടുതൽ പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പിസ്സ സോസില്ലേ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അതും കൂടെ ഇതിൽ ഇട്ടെടുത്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യാം. പിന്നെ എല്ലാവർക്കും അറിയുന്നത് പോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാ ഐറ്റംസ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതൊക്കെ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കൂടുതൽ വെച്ചെടുത്താൽ കൂടുതൽ ടേസ്റ്റ് വരുന്നുള്ളവർക്ക് കൂടുതൽ വെച്ചെടുക്കാം. അതല്ല വെജിറ്റബിൾസ് അത്ര ഇഷ്ടമല്ല, കുട്ടികൾക്ക് അങ്ങനെ ഇഷ്ടമല്ല, അങ്ങനത്തെവരാണെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് കൂടുതൽ ചിക്കൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ക്യാപ്സിക്കം വെച്ച് കൊടുത്തു, പിന്നെ ഓണിയൻ വെച്ച് കൊടുത്തു, പിന്നെ തക്കാളി വെച്ച് കൊടുത്തു, പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തില്ലേ അത് വെച്ചു. അല്ല, അതിൻ്റെ മുന്നേ ഞാൻ ക്യാരറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതും പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തത് അതും കൂടെ ഇട്ട് കൊടുത്തു. ഞാൻ പിന്നെ ലാസ്റ്റാണ് ഈ ഒരു ചീസ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ചീസ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ചിക്കൻ വെച്ചിട്ട് അതിൻ്റെ മേലെ 2 ലെയറായിട്ട് ചീസ് ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചീസ് ആഡ് ചെയ്യാം. ചീസ് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും ഇട്ട് കൊടുക്കുക കേട്ടോ, അത്രയും ടേസ്റ്റ് കൂടും. മൊസറല്ല ചീസാണ് പ്രത്യേകം ശ്രദ്ധിക്കുക, അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം കേട്ടോ. അപ്പോൾ ഇത് എല്ലാം കൂടെ നമുക്കിതിലേക്ക് വെച്ച് കൊടുത്തിട്ട് പിന്നെ എനിക്ക് തോന്നിട്ടോ ഇതിൻ്റെ മേലെ ഒരു രസത്തിന് ഒരു വെജിറ്റബിളും ഇല്ലയെന്ന്. അപ്പോൾ പിന്നെ ഞാൻ ഇത് താഴ്ന്ന് ആ ക്യാപ്സിക്കം എടുത്തിട്ട് മേലെ വെച്ച് കൊടുത്തു. പിന്നെ നന്നായിട്ട് ചൂടായിട്ടുള്ള വലിയൊരു പാത്രത്തിലേക്ക് ഞാൻ ഈ ഒരു പിസ്സൻ്റെ പാത്രം ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ട്. എന്നിട്ട് അത് നന്നായിട്ട് അടച്ചു വയ്ക്കുക. ഒരു 15-20 മിനിറ്റ് കൊണ്ട് സംഭവം സെറ്റാവും. എന്താ നമ്മുടെ ഓവനില്ലാത്ത പിസ്സ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളി ടേസ്റ്റ്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒറിഗാനോ മേലെ സ്പ്രിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഒറിഗാനോ ഇട്ട് നമ്മുടെ പിസ്സയ്ക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.